ഗോപ 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 എഴുന്നേറ്റ് എന്തെങ്കിലും കാപ്പിയോ വല്ലതും കുടിക്കായിരുന്നില്ലേ? എനിക്ക് വേണ്ട. വേണ്ടെങ്കി വേണ്ട മോനെ. എന്തു ഉറക്കാടാ ഇത്? അച്ഛൻ ഉപദേശിക്കുകയാണെന്ന് പറയരുത്. മനുഷ്യനായ സൂര്യനൊപ്പം എണീക്കണം. എന്നിട്ട് അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ നിർവഹിക്കണം. ഞാൻ പല പ്രാവശ്യവും ഈ ശ്ലോകം ചൊല്ലിയിട്ടുള്ളതാ. ഇനി ചൊല്ലണ്ട. സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്തു കാലത്തു കാ 10 തിന്നാം ഉറക്കവും പോയി എന്ന് പറഞ്ഞ സമ്പത്ത് കാലത്ത് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചാ ആപത്ത് കാലത്ത് നമുക്കത് തിന്നാം. എന്നിട്ട് സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും വെച്ചോ? എനിക്ക് നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. സമ്പത്ത് കാലത്ത് അച്ഛൻ വല്ലതും ഉണ്ടാക്കിയോന്ന്? എനിക്ക് അത്ര സമ്പത്ത് കാലം ഉണ്ടായിട്ടില്ല. എനിക്കൊന്നും ക്ലേശല്ലേ ഉള്ളൂ. അയ്യോ സമയം 7 അയ്യോ 7 അയ്യോ ഞാനിവിടെ വെച്ചിരുന്ന സൂപ്പർ ലോട്ടോ ടിക്കറ്റ് എവിടെ? ഇതാണാ? അതല്ല, ഇതന്നെ. ഇതെങ്ങനെ ചുരുണ്ടേ? എന്താ ഇതെങ്ങനെ ചുരുണ്ടേന്ന്? തന്നെ ചുരുണ്ടതാവും. തന്നെ ചുരുളേ? അതിങ്ങനെ ചെവിയിട്ട് ചുരുട്ടി ചെവിയിലിട്ട് ചുരുട്ടി. ദൈവമേ, സൂപ്പർ ലോട്ടോ ഭഗവതി അടിക്കണേ. സ്മൈൽ പ്ലീസ്. 5 കോടി രൂപ ലോട്ടറി അടിച്ചല്ലോ, എന്ത് തോന്നുന്നു? ആദ്യമായിട്ടൊന്നുമല്ല ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിക്കുന്നത്. എന്റെ മുത്തച്ഛന് 1 ലക്ഷം രൂപ അടിച്ചു. എന്റെ അച്ഛന് 5 ലക്ഷം, എനിക്ക് 1 കോടി. ഇപ്പൊ എന്റെ മകന് എത്രയാടാ? 5 കോടി. 5 അങ്ങനെ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിന് ലോട്ടറി അടിച്ചുകൊണ്ടിരിക്കുക. എന്താ ചോദിച്ചത്? സർ, ഒരു ഫോട്ടോ കൂടി. ഫോട്ടോ ഞാനും. അപ്പൊ നിന്നോട്ടറാ. ഫോട്ടോ വരുമ്പോ നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചോളും. ഇതെവിടുന്ന് കിട്ടണ്ട ഇത്രയും കറുത്ത കൂട്ടുകാര്? കറുത്തതാണെങ്കിലും ഹൃദയം വെളുത്തതാ. അത് കൊണ്ടുവന്നണ്ടാ ഫോട്ടോ. ട്രീറ്റ് വേണം. അതെ, ഉഗ്രനൊരു ട്രീറ്റ് വേണം. ട്രീറ്റ് ഒക്കെ ചെയ്യാം, പക്ഷെ അതിനു മുമ്പ് എന്താ? അയ്യേ പിശാശ്, ഇത്ര കാലത്ത് നേരം വെളുത്തൊന്ന് ടോർച്ച് അടിച്ച് നോക്കടാ. ഞാനൊരു മനോഹരമായ സ്വപ്നം കണ്ടു കിടക്കായിരുന്നു. എന്ത് സ്വപ്നാടാ നീ കണ്ടത്? അത് തന്തമാരോട് പറയാൻ പാടില്ല, അടൽസോളിയാ. നീ അച്ഛനോട് പറയില്ലേ? പറയാൻ പാടില്ല കളവാ. എന്നാ ഇന്ന് മുതൽ നീ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോ. താഴെ പോയി മുറി കിടന്നോളാം. അതൊന്നും ശരിയാ. അതേ ശരിയാവൂ. ഇങ്ങനത്തെ വൃത്തികെട്ട സ്വപ്നങ്ങൾ കാണുന്ന ഒരു മകന്റെ കൂടെ എനിക്ക് കിടക്കാനാവില്ല. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴാണ് എന്റെ അച്ഛൻ എന്നെ പിടിച്ച് വേറൊരു മുറി കയറ്റി കിടത്തിയത്. നീ പോയി ചായ ഇടാനാ? ഇന്ന് ചൊവ്വാഴ്ച അച്ഛന്റെ ദിവസമല്ലേ? മോനെ, ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചൊരു സത്യമുണ്ട്. എന്താ? നീ ആരോടെങ്കിലും പറയൂ? ഇല്ല, എന്റെ അച്ഛൻ അവിടുന്ന്. അതല്ല, ചൊവ്വാഴ്ച കാരണന്മാര് ചായ ഇടാൻ പാടില്ല എന്നുള്ള സത്യമാണ് ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെച്ചത്. ആരത്? നീ പോയി ചായ ഇട്. ആരാ ബലടിക്കുന്നത് ഞാൻ നോക്കിട്ട് വരാം. എനിക്ക് ചായ ഇടാൻ പറ്റില്ല. ഈ കിടക്കിന് അച്ഛനൊരു പെണ്ണ് കിട്ടുന്നതാ നല്ലത്. നീ എന്താ പറഞ്ഞേ? ഒന്നുകൂടി പറഞ്ഞടാ. ഈ കിടക്കിനെ ഞാനൊരു പെണ്ണ് കിട്ടുന്നതാ നല്ലതെന്ന്. പോടാ പട്ടിയ ഇവിടുന്ന്. എനിക്കും അതെ, ഞാൻ നിന്നോട് എന്താ ആഴ്ചയാണ് കാരണന്മാര് ചായ ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത്? ചൊവ്വാഴ്ച അല്ല, ബുധനാഴ്ച. ഞാനിപ്പോ ഡയറി എടുത്ത് നോക്കിയതാ. ശങ്കരനാരായണൻ കൊണ്ടുവന്നില്ലേ മാതൃഭൂമിയിലെ ഡയറി? അതെടുത്ത് ഞാൻ നോക്കിയതല്ലേ. ഒരാൾ വന്നിട്ടുണ്ട്, നീ അങ്ങോട്ട് പോയി. അല്ല, ഞാൻ ചായ ഇട്ടോളാം. ചെല്ലടാ, ചെല്ലേ. ഇതെന്ത് ഭ്രാന്ത്? തോമാച്ച സാറോ? വാ സാറേ. സാറ് വല്ലാണ്ട് കറുത്തു. ഭാര്യ പിള്ളേരൊന്നും വന്നില്ലേ സാറേ? അവള് പ്രസവത്തിന് പോയിരിക്കുക. 6ാമത്തെ അല്ലേ? അപ്പൊ സാറിപ്പോ ബാങ്കിൽ നിന്ന് പോവാറില്ലേ? ഗോപാ, ഞാൻ അച്ഛനെ വിളിക്കാം. എന്തിനാ? എടാ, എന്റെ പേഴ്സണൽ റിസ്കിലാണ് നിങ്ങൾക്ക് ഞാനന്ന് ഹൗസിംഗ് ലോൺ അനുവദിച്ചു തന്നത്. അറിയാം. അതിന് 10 മാസത്തെ ഡ്യൂസ് അല്ലേ വരുത്തിയിട്ടുള്ളൂ. മിടുക്കൻ.
എടാ ഞാൻ ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയപ്പോ എന്താ നിങ്ങളോട് പറഞ്ഞത്? അടുത്ത മാസം അടയ്ക്കണമെന്ന്. അടുത്ത മാസത്തിന് ഇനി ഒരു മാസം കൂടിയില്ലേ? ആ അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഉദ്ദേശം ഈ ഒടുക്കത്തെ ലോൺ എങ്ങനെയെങ്കിലും അടച്ചു തീർത്ത് സ്നേഹസമ്പന്നനും ദയാശീലനുമായ സാറിനെ രക്ഷിക്കാന്നുള്ളതാണ്. സത്യം. ഞാൻ ചത്ത് മണ്ണടിച്ചിട്ടായിരിക്കും. നല്ലവരല്ലേ ദൈവം വേഗം വിളിക്കും. സാർ വേണ്ട 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 വേണ്ട, ദേഹത്ത് തൊട്ടുള്ള സംസാരം ഒന്നും വേണ്ട. സത്യം പറയാലോ, സാർ ഒരു ശുദ്ധ മണ്ടന. സോറി, ശുദ്ധ പാവ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ 5 ലക്ഷം രൂപ ഒറ്റ മാസത്തിനുള്ളിൽ ഒരുമിച്ച് അടയ്ക്കാന്ന് വിചാരിക്കാം. എനിക്ക് എത്ര രൂപ ഇളവ് തരാൻ പറ്റും? പരിഹസിക്കുക? ആത്മാർത്ഥമായിട്ടാണ് സാറേ. ഇന്നേക്ക് ഒറ്റ മാസത്തിനുള്ളിൽ സാറിന്റെ കംപ്ലീറ്റ് എമൗണ്ട് ഞാൻ അടച്ചു തീർത്തിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. എന്റെ അച്ഛനാണ് സത്യം. ഇത് ഞാൻ അവസാനമായിട്ട് വിശ്വസിക്കാം. വാക്ക് മാറൂല്ലോ. അരവിന്ദാക്ഷൻ നായരെ. ഓ ദേ വന്നു. എന്തേ ആരായിരുന്നു ഗോപാത്? ഓഹോ, ഏത് ഇപ്പൊ വന്നില്ലേ? ആ അതാ, അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ രമചേച്ചില്ലേ? രമചേച്ചിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെ വൈകിട്ടൊന്ന് കാണണമെന്ന്. അവര് രണ്ടാളുണ്ടായിരുന്ന? ഇല്ല. എന്തായി? നമ്മുടെ വീടിന് ലോൺ തന്നില്ലേ ഒരു ബാങ്ക് മാനേജർ? ആ മാനേജറുടെ ഒരു ചായ റെഡിയായി. അച്ഛൻ എനിക്കിട്ട് മലപ്പുറം പാര വെക്കായിരുന്നല്ലേ? എന്താ ഗോപാ നീ പറയണേ? സ്വന്തം മകനിട്ട് ഏതെങ്കിലും തന്ത പാര പണി? ഈ ലോകത്ത് ഒരു തന്ത പണിയില്ല, പക്ഷെ എന്റെ തന്ത പണി സത്യം. ഞാൻ ബാത്റൂമിൽ പോയിട്ടില്ല. അച്ഛാ, അച്ഛാ, ദൈവമേ, ഇനി ഏത് കുരിശാണാവോ? ആരായാലും ഗോപനില്ല. ഞാൻ സോമനാ. ഏത് സോമൻ? സോമസുന്ദരൻ. എന്താ സോമസുന്ദര? ഗോപന് പൈസ കൊടുക്കാൻ വന്നതാ. ഗോപൻ ഇവിടെ ഉണ്ട്. ഗോപൻ കുളിക്കാ. ഗോപാ എന്താ അച്ഛാ? നിന്നെ ആ സോമസുന്ദരൻ വിളിക്കണു. ഞാൻ റെഡിയാണ് അച്ഛാ. എന്താ സോമേട്ടാ, എന്നെ വിളിച്ചോന്ന് അറിഞ്ഞു? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഓ ഇല്ല. ആഹാ, കോളുവല്ലോ ഉണ്ടാ? കോളുണ്ട്. 500 നിനക്ക്, 1500. ഓ ആയിക്കോട്ടെ. ഇത് അതെ, എന്റെ ശകുനത്തിന് സാലറി ഒന്ന് കൂട്ടി കിട്ടിയാ കൊള്ളായിരുന്നു. 3-4 ബുക്കിംഗ് വേറെ ഉണ്ട്. ഇന്ന് രാവിലെ ഒരു ശകുനം നിന്നിട്ട് വന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ശാന്തര വീട്ടിലും ബാലപ്പഞ്ചാന്റെ വീട്ടിലും കൂടി. അതെ, നീ അത്ര ബിസി ആണെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ആയിക്കോട്ടെ. അല്ലാകില്ല ഒന്നും വേണ്ട. ഈ ഒരു കാര്യം മനസ്സിലാക്കും, എന്റെ സാറിന് ഇതിലൊന്നും വിശ്വാസം ഉണ്ടായിട്ടല്ല, പിന്നെ ഇതെല്ലാം എന്റെ സമ്മർദ്ദം കൊണ്ടാണ്. പിന്നെ സാർ കേസ് ജയിക്കുന്നത് നീ ശകുനം നിൽക്കുന്നോണ്ടല്ല, അങ്ങേരുടെ കഴിവുകൊണ്ട്. നിന്റെ ശകുനത്തിന്റെ ഗുണം കൊണ്ടാണെങ്കിൽ നിന്റെ അച്ഛൻ ഇവിടെ ഇങ്ങനെ കരപ്പനം പിടിച്ച് കിടക്കില്ലായിരുന്നല്ലോ, എന്നോ കോടീശ്വരനായനെ. എന്റെ അച്ഛന് കരപ്പന? കരപ്പൻ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. ഇനി നീ പറ, ഇതിവിടെ വെച്ച് നിർത്തണോ തുടരണോ? തുടരാം. തുടരാം. സാറിന്റെ ബെൽ മറക്കണ്ട, കൃത്യം 9 മണി. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത്. സാർ വിശ്വാസമില്ലാന്ന് തനിക്ക് അറിഞ്ഞൂടെ? വെറുതെ ആവശ്യമില്ലാത്ത ഓരോ. സാർ അങ്ങനെ പറയരുത്. അവന് 2000 രൂപ കൊടുത്താലെന്താ? നമുക്ക് കേസ് ജയിക്കണം. കഴിഞ്ഞ 2 കേസുകളിലും അവനെ ശകുനം കണ്ടുപോയത് കൊണ്ടാണ് നമ്മൾ ജയിച്ചത്, അല്ലാതെ എന്റെ കഴിവ് കൊണ്ടല്ല. അല്ലാതെ താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പ്രമാണം. പോരാത്തതിന് ഇന്നത്തെ എതിർ വക്കീല് കസ്തൂരി മാഡമാണല്ലോ. കോടതിയിൽ ഇന്ന് നടക്കാൻ പോകുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യുദ്ധമാണെന്ന് ആൾക്കാർ പറയുന്നത്. അതെ, യുദ്ധം തന്നെയാ. ഇനി കസ്തൂരിയല്ല, കോടതിയിലെ സകല വക്കീലന്മാര് വാദിച്ചാലും ഈ കേസിൽ രംഗസ്വാമി തന്നെ ജയിക്കും. ജയിക്കും. നമുക്ക് കാണാലോ. എതിർഭാഗത്ത് രംഗസ്വാമി ആയതുകൊണ്ട് തന്നെ ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ കൂടിയാ. സോ ഐ പ്രോമിസ് യു. അയ്യോ, വണ്ടി വിടല്ലേ? ശകുനം റെഡി. ഗുഡ് മോർണിംഗ്. അയ്യോ മേ, മാമി കൊള്ളാല. ഡാടാ, മര്യാദക്ക് പണിയെടുക്കടാ. സ്വന്തം തന്ത പോലും അറിയാതെയാ ഈ പോസ്റ്റ് ഒട്ടിക്കുന്ന ബിസിനസ് ഞാൻ തുടങ്ങിയത്. ദൈവമേ, ദിവസം ശകുനിൽ നിന്ന് പൈസ മേടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെപ്പോലുള്ള ചീപ്പ് തൊഴിലാളികളുടെ കൂടെ ഒന്ന് പോസ്റ്റ് ഒട്ടിക്കേണ്ട ഗതികേട് ഈ സുന്ദരനായ മുതലാളിക്ക് വരില്ലായിരുന്നു. എന്നുവെച്ചാ ശകുനി, ഞാൻ ശകുനം നിൽക്കണവനായിരുന്നെന്ന്. ഓഹോ, അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അങ്ങനെ നിന്നിട്ട് സാർ വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞില്ല. ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ച് റെഡി ആയിട്ട് ഇരിക്കാണല്ലേ? പതിവ് സാധനം. ഇതെന്താ റമ്മ? അതെന്താ റമ്മ് കുടിക്കൂലേ? കുടിച്ചിരുന്നു, അതൊരു സമയം. നീ കേട്ടിട്ടുണ്ടോ? ഏത് ജൂലിയൻ? അല്ല, പിന്നെ വലിക്കുന്ന
അല്ല അതെ ഇങ്ങനെ കുടിക്കണ അയ്യോ ഇതെവിടുന്നാ? എവിടുന്നെങ്കിലും ആയിക്കോട്ടെ, ഒറിജിനലാ? നിന്റെ കയ്യിലുള്ള ആ റമ്മ് കഷായം ഉണ്ടല്ലോ, തൽക്കാലം നീ അത് കളയണ്ട. ഒരു 5-6 ദിവസം കഴിയുമ്പോ ഞാൻ പറയാം വേണോ വേണ്ടെന്നുള്ളത്. അച്ഛാ സത്യം പറയുന്നത് എവിടെന്നാ? നമ്മുടെ അടുക്കളയുടെ തൊട്ട് പിന്നിൽ ഞാനൊരു തൈ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇന്നലെ കാച്ചു. അതിന്ന് ഒരെണ്ണം പൊട്ടിച്ചതാടാ. പോയി കുടിക്കടാ. ഇനിയിപ്പോ നാളെ ചോദിച്ചോണ്ട് വരുമല്ലോ, റമ്മ എവിടെ തൈക്കളവാ തുപ്പി നോക്കി ഞാൻ. എന്റെ ബെഡ്റൂമിൽ ഒരു പ്രേതം. പ്രേതോ? ഇതാ ഇത് ശീതൾ. ശീതൾ ഇന്ന് മുതൽ നമ്മുടെ പെയിൻ ഗസ്റ്റാ. പെയിൻ ഗസ്റ്റാ? എന്നിട്ട് എന്നോട് ചോദിച്ചോ? നിന്നോട് ചോദിച്ചിട്ടാണോ നിന്റെ അമ്മയെ ഞാൻ കല്യാണം കഴിച്ചത്? ഞാൻ ആ സമയത്ത് ഇല്ലായിരുന്നല്ലോ. ഈ പെയിൻ ഗസ്റ്റ് ഇവിടെ വരുമ്പോഴും നീ ഇവിടെ ഇല്ലായിരുന്നു. അച്ഛനും കൂടെ വന്നേ. അതെ, ആരാ എന്താന്നൊക്കെ അറിയാതെ ഒരു പെൺകുട്ടി ഇവിടെ താമസിപ്പിക്കാന്ന് പറഞ്ഞ? ഇവൾ എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. ഏത് സുഹൃത്തിന്റെ? ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തില്ലേ? ഏത്? എന്നാ ഡെറാഡൂണിൽ എനിക്കൊരു സുഹൃത്തുണ്ട്. അയാൾ ഇപ്പൊ അമേരിക്കയിൽ ഫിലോഡാൽഫിയയിലാണ്. അതുകൊണ്ട് അയാൾ ഡെറാഡൂണിൽ ഇല്ല. അയാൾക്ക് കുവൈറ്റിലേക്ക് വരാനും പറ്റില്ല, ദുബായിൽക്കോട്ട് കയറ്റൂല. അതുകൊണ്ട് മകളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അച്ഛൻ എന്തൊക്കെ പറയണം? വെള്ളമൊടിച്ച വയറ്റി കിടക്കണം. എനിക്കൊന്നും മനസ്സിലാവണില്ല. ദുബായിന്ന് കേട്ടിട്ടുണ്ട, കുവൈറ്റിന്ന് കേട്ടിട്ടുണ്ട, ഫിലോഡാൽഫിയെന്ന് കേട്ടിട്ടുണ്ട, അമേരിക്കന്ന് കേട്ടിട്ടുണ്ട. ഇതാ പറഞ്ഞത് എഡ്യൂക്കേഷൻ വേണം, എഡ്യൂക്കേഷൻ വേണമെന്ന്. ഇവനാകെ അറിയാവുന്നത് ബീഫ് ഫ്രൈ, പൊറോട്ട, ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ. ഇവൻ എങ്ങനെ ജീവിക്കും? പോയി ചെന്ന് കിടന്നു കൊടുക്കടാ. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളുടെ പേര് ഏതെങ്കിലും ഓർമ്മയുണ്ടോ? ഏത്? ഡെറാഡൂൺ. ഡെറാഡൂൺ നിനക്ക് പിടിച്ചില്ല? ഡെറാഡൂണിനാടാ. അച്ഛന്റെ ഏറ്റവും വലിയ സുഹൃത്ത് ഡെറാഡൂണിലുണ്ടെന്നുള്ള കാര്യം അറിയാതെ പോയത് മഹാ കഷ്ടായിപ്പോയി. ഡെറാഡൂൺ ഡെറാഡൂൺ ഡെറാഡൂൺ. ഗുഡ് നൈറ്റ് ഡെറാഡൂൺ. നിന്റെ അമ്മൂട ഇത് ഏതായി ഡെറ? എന്റെ ഡെറാഡൂണിന്റെ അമ്മയ്ക്ക് വിളിക്കല്ലേടാ. എന്നാലും ഞാൻ അറിയാതെ അച്ഛൻ അവിടെ നിന്ന് ഡെറാഡൂണിലൊരു ഫ്രണ്ട്. അവൾ ആരായിരിക്കും? ഇനി അച്ഛന്റെ അബദ്ധത്തിൽ വലുതും ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, എന്നാൽ അവൾ ആരാ നോക്കാം. ഞാനാ. എന്താ? ഒന്നുമില്ല, മോള് ഉറങ്ങിയോന്ന് നോക്കാൻ വന്നതാ. ഞാൻ കിടക്കാൻ പോവായിരുന്നു. ആ കൊതുക് തിരി കടിക്കണ്ടെങ്കിൽ കൊതുക് കത്തിച്ചു വെച്ചോളൂ കേട്ടോ. ശരി അങ്കിൾ, ഗുഡ് നൈറ്റ്. ആ ഗുഡ് നൈറ്റ്. കൊതുക് കത്തിച്ചു വെക്കാൻ നിനക്ക് എന്താ തലയ്ക്ക് പ്രാന്തായ? പെൺപിള്ളേര് കിടക്കുന്ന റൂമിൽ വന്ന് എത്തി നോക്കണതേ അത്ര നല്ല ശീലമൊന്നുമല്ല. ഡെറാഡൂണിൽ പോലും ഇത്ര വൃത്തിയായിട്ടമാര്. ഡെറാഡൂണിനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? എത്രയായി? 90. നിന്റെ പ്രായമല്ലേ ഞാൻ ചോദിച്ചത്? ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പോ ഈ കാശ് തരില്ലെന്ന് വിചാരിക്കുക. നീ എന്നെ എന്ത് ചെയ്യും? നീ എന്നെ മൂക്കി കയറ്റുമോ? ചാവട്ടൂർക്കിട്ടല്ല, പാറ്റിക്കിട്ട് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. അല്ലടാ തങ്കച്ചേന്റെ മോനാ. 90 രൂപക്ക് വേണ്ടി തങ്കച്ചേന്റെ മോനായിട്ട് തലൂട്ടെന്ന് പറഞ്ഞാ തങ്കച്ചേന്റെ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപ ഉണ്ട്. അച്ഛനെ അറിയുമല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു. ഇനിയിപ്പോ തന്നെ അച്ഛനറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ. കത്തി കാണിച്ചോണ്ട് അച്ഛനെ അറിയുമെന്ന് പറഞ്ഞു. ജീവനക്ക് ആക്കുണ്ടാവില്ലേ?